എല്ലാവർക്കും ഷെയർ ക്യാപിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷെയർസ് ആണ്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഷെയർസ് ആണുള്ളത്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രിഫറൻസ് ഷെയർസ്. നമുക്ക് നോക്കാം. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ കൂടുതലായിട്ട് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, അവകാശം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിലേക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിൽ. രണ്ടാമത്, കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ അവരെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ. ഈ രണ്ട് കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യും, മുൻഗണന കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്, എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫിക്സ്ഡ് റേറ്റ് ഡിവിഡൻഡ് ആർക്ക് കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്നതാണ് 9% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, 10% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ല, പ്രിഫറൻസ് ഷെയർ 10% പ്രിഫറൻസ് ഷെയർ, 9% പ്രിഫറൻസ് ഷെയർ. അങ്ങനെ എപ്പോഴും പ്രിഫറൻസ് ഷെയർ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എപ്പോഴും പറയാറ് എന്താണ്, 10% പ്രിഫറൻസ് ഷെയർ എന്നെങ്കിലും പറയാറ്. ഇപ്പോൾ സപ്പോസ് ഒരാൾ എത്രയാണ്, 10 രൂപയുടെ എന്താണ് 100 ഷെയറാണ് വാങ്ങിയിട്ടുള്ളെങ്കിൽ, 10 രൂപയുടെ 100 അല്ലെങ്കിൽ 1000 ഷെയർ വാങ്ങി, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ടോട്ടലായിട്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 10,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും, ഈ 10,000 × 10/100. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അയാൾക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, ഒരു 0 കട്ട് ചെയ്താൽ മതി, എത്രയായിരിക്കും, 1000 രൂപ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്കുള്ള ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണോ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുള്ളത് ആ പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്ര ഡിവിഡൻഡ് ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ. അടുത്ത് നോക്കാം, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് വൺ വരുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി ആർ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഈ വർഷം നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഇല്ലാഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഡിവിഡൻഡ് എന്തു ചെയ്യും, അടുത്ത വർഷം അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് എന്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് പറയും, നമുക്ക് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് ആ ഷെയറിനെ പറയും. നെക്സ്റ്റ് വരുന്നത് നോൺ ക്യുമുലേറ്റീവ്. ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, അത് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് പറയാം. അത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഇൻ അഡീഷൻ ടു എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, these shares have a right to participate in surplus profit left after paying a reasonable rate of dividend to equity shareholders. ഓൾറെഡി ഇപ്പോൾ എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാന്യമായ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കൊടുത്തതിന് ശേഷം
വരുന്ന സർപ്ലസ് പ്രോഫിറ്റിൽ വീണ്ടും ഇവർക്ക് എന്താണ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയാം, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. നോൺ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, അങ്ങനെ അവർക്കൊന്നും കൊടുക്കില്ല, അവർക്ക് ആ കൊടുത്ത് തന്നെ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അടുത്ത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രിഫറൻസ് ഷെയർ എ കമ്പനി ഇഷ്യൂസ് ദം ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ലേറ്റർ റിഡീം ദം. ദിസ് മീൻസ് കമ്പനി ക്യാൻ ബൈ ബാക്ക് ദി ഷെയർസ് അറ്റ് ദി ലേറ്റർ റേറ്റ്. ഇപ്പം എന്താണ്, ഒരു കമ്പനി എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്തതെല്ലാം തിരിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അടുത്തതാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ടു കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഇൻ എ സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് കമ്പനി അല്ലെങ്കിൽ ഒരാൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇത് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഒരു പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാം, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അടുത്തതാണ് ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ. ഈ രണ്ടും കൺവേർട്ടിബിളും അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ കമ്പൈൻ ചെയ്തതാണ്. These shares are convertible into equity shares between 3 to 5 years. ഒരു 3 മുതൽ 5 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഇവരൊരു ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് ഈ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദി ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് areas ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി ഈവൻ ആഫ്റ്റർ കൺവേർഷൻ. അതായത് ഈ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയ സമയത്ത് ഇവർക്ക് ഏതെങ്കിലും ഒരു വർഷത്തെ ഡിവിഡൻഡ് കിട്ടാനുണ്ട്. പക്ഷെ എന്താണ്, ഈ ഒരു വർഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ എന്നിട്ട് മാറ്റിയതുള്ളതാണ്, ഇക്വിറ്റി ഷെയറാക്കി കൺവേർട്ട് ചെയ്ത ശേഷമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇക്വിറ്റി ഷെയറായി കൺവേർട്ട് ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യാനുണ്ട്, അവർക്ക് കിട്ടാനുള്ള ഡിവിഡൻഡ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വേണം പറയാം. അടുത്ത നമുക്ക് നോക്കാം ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരുപാട് റേറ്റ് ഉണ്ട്, അതുപോലത്തെ അവകാശം കാര്യങ്ങളൊന്നും ആർക്കില്ല, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല എന്ന് പറയുന്നു. ഇൻ റെസ്പെക്ട് ഓഫ് എന്തിൻ്റെ പോലെ, ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്തും ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്തും ഇവർക്കൊന്ന് പ്രിഫറൻഷ്യൽ റൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഷെയർസിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് എന്താ പറയാം, ഓർഡിനറി ഷെയർസ് എന്ന് വേണം പറയാം. ഓക്കെ, ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നു. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഓൺലി ആഫ്റ്റർ പേയിങ് ദി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡും പ്രിഫറൻസ് ഷെയർ. നമ്മൾ നേരത്തെ പ്രിഫറൻസ് ഷെയർ പറഞ്ഞ സമയത്ത് പറഞ്ഞാണ് എന്ത്, പ്രിഫറൻഷ്യൽ ആയിട്ട് ആയിരിക്കും ഉണ്ടാകുക, ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. പിന്നെന്താ, ദി റേറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്, ഇറ്റ് ഈസ് വാരീസ് അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദി കമ്പനി എന്ന് വരുന്നുണ്ട്. എന്താണ്, ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയറിന് മാത്രം പറഞ്ഞു, അതിന് മുമ്പിൽ എന്തുണ്ടാവില്ല, പേഴ്സൻറ്റേജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ, അവർക്ക് അത് കൊടുത്തോണം എന്നുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണ്, നമുക്ക് എന്താ പറയുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെന്താ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫുൾ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയിൽ തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശമുണ്ട്. വോട്ട്, അപ്പോൾ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ ഡിസിഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു. അടുത്ത് നോക്കാം, സെറ്റ് ഇക്വിറ്റി ഷെയർസ്. It is an equity share issued by the company to employees or directors at a discount or for consideration other than cash for providing know-how
or making available right in the natural of intellectual property right or value additions എന്ന് പറയുന്നത് ഒരു കമ്പനി എന്ത് ചെയ്യാണ് ഇക്വിറ്റി ഷെയർ അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുക ഡിസ്കൗണ്ട് റേറ്റിലോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എമൗണ്ടിന് പകരമായിട്ടും എന്ത് ചെയ്യുക അവർക്ക് ഷെയർ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളെന്ത് പറയാം സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഇപ്പോൾ അവർ നമ്മൾ കമ്പനിക്ക് നൽകുന്ന സേവനം ഇപ്പോൾ എന്താ പറയുക നല്ല ഒരു വർക്കറൊക്കെ ആണെങ്കിൽ ആ വർക്കർ പോവാതിരിക്കാനൊക്കെ എന്ത് ചെയ്യാറുണ്ട് അവർക്ക് കുറച്ച് ഷെയർ കൊടുക്കും. അപ്പോൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി അവർ ഈ കമ്പനിയുടെ ഓണേഴ്സായി. ഈ ഓണേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും ഇവർക്ക് എത്രത്തോളം അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതോ ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് കിട്ടും ഇവർക്കുള്ള റെമ്യൂണറേഷൻ കൂടുതലായിരിക്കും. കാരണം ഡിവിഡൻ്റ് രീതിയിൽ എന്ത് ചെയ്യുക അവർക്ക് എമൗണ്ട് കിട്ടും. കൂടാതെ അവർക്ക് കിട്ടുന്ന സാലറിയോ എന്താണ് അവർ കൊടുക്കുന്നത് അതും കിട്ടുമ്പോൾ എന്തായിരിക്കും ഇവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കൂടാതെ ഇയാൾ നല്ലൊരു എംപ്ലോയി ആണെങ്കിൽ എന്താ ഈ എംപ്ലോയി ഒരിക്കലും എന്ത് ചെയ്യില്ല ആ കമ്പനിക്ക് മിസ്സാകില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യാനുള്ള കാരണം. ഇതിന് അടുത്ത് വരുന്നതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ സ്കീമാണ് എന്ത് പറയുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിന് എന്ത് ചെയ്യുകയാണ് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ പറഞ്ഞു നോക്കാം. ഇറ്റ് ഇസ് ആ സ്കീം അണ്ടർ വിച്ച് എ കമ്പനി ഗിവ് ഓപ്ഷൻ ടു ദി വോൾ ടൈം ഡയറക്ടേഴ്സ് ഓഫീസേഴ്സ് എംപ്ലോയീസ് ടു പർച്ചേസ് ഓർ സബ്സ്ക്രൈബ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് അത് എംപ്ലോയീസിന് എന്താണ് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഒരു മുൻകൂട്ടി തീരുമാനിച്ച പ്രൈസിന് എന്താണ് അവിടുത്തെ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷനിൽ എന്തായിരിക്കും അവിടുന്ന് പോവാതെ അവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കമ്പനിക്ക് നല്ല സർവീസ് അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം എന്താ അവർക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്താണ് പ്രോഫിറ്റിൻ്റെ പോർഷനൊക്കെ എന്ത് ചെയ്യും അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ അതായത് അവർക്ക് ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതായത് ഒരു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൈസിന് അവർക്ക് എന്താണ് ഷെയർ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്കാണ്. നമ്മൾ ഒരു സ്റ്റോക്ക് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഒരു ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ എഴുതും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ എഴുതാറുണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എന്തായിരിക്കും നമ്മളെ കമ്പനിയുടെ എന്ത് വിചാരിക്കാറുണ്ട് നമ്മളെ കമ്പനിയിൽ വരുന്ന ഗുഡ്സ് ബാലൻസ് ഉള്ളതിനൊക്കെ നമ്മൾ എന്താ പറയുക അത് സ്റ്റോക്ക് എന്ന് പറയാറ്. പക്ഷെ നമ്മളൊരു ഷെയറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഷെയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അങ്ങോട്ടൊന്നും ചിന്ത പോകാൻ പാടില്ല. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൺസോളിഡേഷൻ ഓർ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർസ് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിൻ്റെ ഒരു ബണ്ടിൽ അല്ലെങ്കിൽ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും മാറിപ്പോകരുത്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്തായാലും ഇത് തന്നെ ആയിരിക്കണം ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ദെൻ വരുന്നത് എപ്പോഴും എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എപ്പോഴും എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു 7 ഡിഫറൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് വരുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. മെയിനായിട്ട് 3 ടൈപ്പ് അല്ലെങ്കിൽ 3 വിധത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൽ എന്താണ് വരുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറും IPO എന്ന് പറയും, ഓഫർ ഫോർ സെയിൽ എന്ന് പറയും. അപ്പോൾ ഇതാണ് എന്തായിരുന്നത് നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്.
ഇത് നമുക്ക് ഫസ്റ്റ് നോക്കാം. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്. ഇറ്റ് മീൻസ് എനി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ബൈ എ കമ്പനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ട് ഈ കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുക, നമ്മളെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ നമ്മളെന്ത് ചെയ്യുക, അവരോട് നേരിട്ട് നമ്മൾ ഇഷ്യൂ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറയും. അതിലെന്തുണ്ടാവില്ല, ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന രീതി ഉണ്ടായിരിക്കില്ല. പബ്ലിക് മീൻസ് നമ്മളെന്ത് ചെയ്യുക, എല്ലാവർക്കും അനൗൺസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, ഇൻവിറ്റേഷൻ കൊടുത്ത് ഞങ്ങൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, വാങ്ങാനുള്ളവർ വാങ്ങിക്കുക എന്നുള്ള ഒരു രീതി ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഞാൻ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും, ഞാൻ കുറച്ച് അറിയുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യുക എൻ്റെ ഷെയർ കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാം, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയാം. മറ്റേത് പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, പ്രൈവറ്റല്ല പബ്ലിക്കിന് മൊത്തം കൊടുക്കണം, അവർ വേണ്ടവർ വാങ്ങിക്കുക, ആ രീതിയല്ല. എനിക്കറിയുന്ന കുറച്ച് ആളുകൾക്ക് ഞാൻ ഷെയർ വിൽക്കുക, അതിനാണ് എന്ത് പറയുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ഇഷ്യൂ. ഇറ്റ് ഈസ് എ ചീപ്പ് വേ ഓഫ് റൈസിങ് ഫൈനാൻസ്. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് എന്ന്. എന്താണ്, നമുക്ക് വളരെ എക്സ്പെൻസ് കുറഞ്ഞുകൊണ്ട് നമുക്കെന്താണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ചീപ്പ് വേയിലൂടെ ഫണ്ട് റൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും അവർക്ക് തന്നെ എന്ത് ചെയ്യുക, കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുക. അതായത് ആരാണിപ്പോൾ കമ്പനിക്ക് ക്യാഷ് തന്നിട്ടുള്ളത് അവരെ കയ്യിൽ നിന്ന് വീണ്ടും നമ്മൾ ക്യാഷ് വാങ്ങിക്കുന്ന രീതിയാണ് എന്ത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എത്രയാണോ അവരെ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് ആ സെയിം പ്രൊപ്പോർഷൻ തന്നെ എന്താണ് വീണ്ടും അവരുടെ നിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരാൾ 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അയാളിൽ നിന്ന് വീണ്ടും 10,000 രൂപ വാങ്ങിക്കുക. അതാണ് ഇപ്പോൾ ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ വരുന്നത് പബ്ലിക് ഇഷ്യൂ. എന്താണ്, സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓഫ് സെക്യൂരിറ്റീസ് ടു പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. എന്താണ്, പബ്ലിക്കിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയാം, പബ്ലിക് ഇഷ്യൂ എന്ന് പറയാം, ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കും, ഇൻവിറ്റേഷൻ കൊടുക്കുക. അതായത് ഇൻവിറ്റേഷൻ പറഞ്ഞാൽ അറിയാലോ, നമ്മൾ അവരിൽ നിന്ന് ഷെയർ വിൽക്കാനുണ്ട്, നിങ്ങൾ ഇത്ര രൂപയാണ് വില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ പബ്ലിക്കിന് കൊടുക്കും. അതിനാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്താണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസിൻ്റെ നമ്മളെ ഷെയർ അവർക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പാണ് വരുന്നത്, IPO ആൻഡ് ഓഫർ ഫോർ സെയിൽ. IPO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് റൈസിങ് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് കമ്പനി സെൽസ് ഷെയർസ് ഓഫ് സ്റ്റോക്ക് ടു ജനറൽ പബ്ലിക് ഫോർ ദി ഫസ്റ്റ് ടൈം. ഇനീഷ്യൽ, അതായത് എന്താണ്, ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ കമ്പനി എന്ത് ചെയ്യുകയാണ്, ഒരു ജനറൽ പബ്ലിക്കിന് ഫസ്റ്റ് ടൈമാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എന്താ പറയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാം. ഒരു കമ്പനി തുടങ്ങിയിട്ട് ചിലപ്പോൾ മേ ബി ഒരുപാട് വർഷമായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവരെന്ത് ചെയ്യണം, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിക്കോണമെന്നില്ല. അപ്പം അങ്ങനെ അവർ ആദ്യമായിട്ട് അവർ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, IPO എന്ന് പറയാം. അടുത്തതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. Under this method, instead of offering shares directly to public by company itself, it offers through the intermediary such as issue houses, merchant banks, investment banks or firms of stock brokers എന്ന് പറയുന്നത്. എന്താണ്, കമ്പനി ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനത് പറയാം ഓഫർ ഫോർ സെയിൽ എന്ന് പറയാം. അത് മേ ബി എന്തായിരിക്കും, ഇഷ്യൂസസ് ആയിരിക്കാം, മെർച്ചൻറ്റ് ബാങ്ക്സ് ആയിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിരിക്കാം, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിരിക്കും, ബ്രോക്കർ വഴിയായിരിക്കാം. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്കെന്ത് പറയാം, ഓഫർ ഫോർ സെയിൽ എന്ന് പറയാം.